വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റി തട്ടിപ്പിൽ കൂട്ടപ്പരാതിയുമായി നിക്ഷേപകർ. നിക്ഷേപം തിരിച്ചു നൽകാത്തതിൽ കേസെടുക്കണം എന്നാണ് ആവശ്യം. ബത്തേരി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. അതേസമയം അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചാൽ മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. ബ്രഹ്മഗിരി ഫാക്ടറി തുറക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനം ആയിട്ടില്ല. നിക്ഷേപകർക്ക് പണം മടക്കി നൽകുന്ന കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് വന്നത്. CPIM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപകർക്ക് ഇനിയും നിക്ഷേപ തുക തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബത്തേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പൈസ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പലതവണ ബ്രഹ്മഗിരി സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടാത്ത അവസ്ഥ വന്നത്. നേരത്തെ പോലീസിലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തി, അതുപോലെ തന്നെ ചർച്ചകൾ നടത്തി, CPMന്റെ നേതൃനിരയിലുള്ള പലരെയും പോയി കണ്ടു. അങ്ങനെ എല്ലാ നീക്കങ്ങളും നടത്തിയപ്പോഴെല്ലാം ഇവർ വാക്കുകൾ പറഞ്ഞു, ഒരു വാക്കും പാലിക്കാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പരാതിപ്പെടും, നിയമത്തിൻ്റെ വഴിക്ക് പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി FIR ഇടുന്നില്ല, നടപടികളില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 2023 സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും കേസെടുക്കുന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭ്യമായിട്ടില്ല എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. AGയുടെ മറുപടി പ്രകാരമാകും തുടർ നടപടികൾ ഉണ്ടാവുക എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഒക്ടോബറിൽ മാംസ സംസ്കരണ ഫാക്ടറി പ്രവർത്തന സജ്ജമാകുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല. നിക്ഷേപകരുടെ പരാതിയിൽ ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കണം, അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ മുന്നറിയിപ്പ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.